പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. വികസനം തന്നെയാണ് ഇരുമുന്നണികളും മുഖ്യ പ്രചാരണ വിഷയം ആക്കിയിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം താൻ നടപ്പിലാക്കാൻ പോകുന്ന നവീന വികസന സാമൂഹ്യ ക്ഷേമ പദ്ധതികളും വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന സംവിധാനങ്ങളുമാണ് മുഖ്യ പ്രചാരണ വിഷയം ആക്കിയിട്ടുള്ളത്. മറുവശത്ത് LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ മണ്ഡലത്തിലെ നിലവിലെ വികസന മുരടിപ്പും വിജയിച്ചാൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രധാന പദ്ധതികളും ജനങ്ങൾക്ക് മുൻപിൽ വെക്കുകയാണ്. VP മുഹമ്മദ് ഹനീഫ നാട്ടുകാരനാണ് എന്ന LDF പ്രചാരണത്തിന് നജീബ് കാന്തപുരം ചെക്ക് വെക്കുന്നത് താൻ വീട്ടുകാരൻ ആണ് എന്ന മറുപടി കൊണ്ട്. കഴിഞ്ഞ തവണ 38 വോട്ടിന് UDF ജയിച്ച പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഇത്തവണയും പോര് ഒപ്പത്തിനൊപ്പമാണ്. നജീബ് കാന്തപുരം പാലങ്ങൾക്കും റോഡുകൾക്കും അപ്പുറം ഭാവി തലമുറയുടെ നാളെ മുന്നിൽ കണ്ട് നടപ്പാക്കുന്ന വികസന പദ്ധതികൾ അദ്ദേഹത്തിന് ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം പുതിയ തലമുറ വോട്ടർമാരിലാണ്. മറുവശത്ത് പുലാമന്തോൾ സ്വദേശിയായ നാട്ടുകാരൻ കൂടിയായ VP മുഹമ്മദ് ഹനീഫയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത്. സമഗ്ര വികസനമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. നാട്ടുകാരനാണെന്ന് VP മുഹമ്മദ് ഹനീഫ പറയുമ്പോൾ താൻ വീട്ടുകാരനാണെന്നാണ് നജീബ് കാന്തപുരം വോട്ടർമാർക്കിടയിൽ പറയുന്നത്. ആർക്കൊപ്പമാകും ഇത്തവണ പെരിന്തൽമണ്ണ? പെരിന്തൽമണ്ണയിലെ പോര് ചൂട് പിടിക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ UDF സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരം പ്രചരണത്തിന്റെ തിരക്കിലാണ്. ഓരോ സ്ഥലത്തും ഓടിയെത്തുകയാണ് അദ്ദേഹം. എങ്ങനെയുണ്ട് ലാസ്റ്റ് ഫേസിലെ പ്രചരണം? ഞങ്ങൾ 100% ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര വിജയം സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അവരുടെ ജീവിതത്തോടൊപ്പം സഞ്ചരിച്ച ഒരു ജനപ്രതിനിധിയാണ്. ആ സ്നേഹം മുഴുവനായിട്ടും എനിക്ക് ജനങ്ങൾ തിരിച്ചു തരുന്ന ഏറ്റവും ഹൃദയഹാരിയായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്തൊക്കെയാണ് വികസന കാര്യങ്ങൾ പുതുതായിട്ട് ജനങ്ങൾക്ക് പുതുതായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞാനിവിടെ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ 5 വർഷക്കാലവും ഹൗ ടു എംപവർ പീപ്പിൾ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട. അതിനകത്ത് നിന്ന് നമ്മളുണ്ടാക്കിയ ഒരു വലിയ ഓളമുണ്ട്. അതിൻ്റെ തുടർച്ച എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്രിയ വന്നു, സിവിൽ സർവീസ് അക്കാഡമി വന്നു, ഹ്യൂമൻ എംപവർമെൻറ്റ് വന്നു, സ്കെയിലപ്പ് വന്നു. അടുത്ത നമ്മുടെ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ പരിശീലിക്കപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു IT പാർക്ക് കൊണ്ടുവരണം. അതുപോലെ സ്ത്രീകൾക്ക് 10,000 സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന 100 സംരംഭങ്ങൾ കൊണ്ടുവരും. മൂന്നാമത്തെ കാര്യം ഓറോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് സാധ്യമാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രായമുള്ളവർക്ക് വേണ്ടിയാണ്. അത് 70 വയസ്സ് കഴിഞ്ഞ പ്രായമുള്ളവർക്ക് വേണ്ടി നമ്മളൊരു ഗോൾഡൻ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. അത് യഥാർത്ഥത്തിൽ നമ്മളുടെ നാടിൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ ഫിൻലാൻഡാണ് ഞാൻ അതിൻ്റെ ഒരു മോഡലായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ക്രിയയുടെ കുട്ടികൾ, അപ്പോൾ അവർ ഒരു ക്യാമ്പയിനായിട്ട് അവർ കുറച്ച് സമയം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളെ കുട്ടികൾ മുതിർന്നവരോട് സമയം ഷെയർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അതിനകത്ത് ഉണ്ടാകും. അതുപോലെ കുറച്ചുകൂടി അവർക്കൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാകും. അത് ഒരു ഗോൾഡൻ സപ്പോർട്ട്. നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നില്ല, ഗോൾഡ് ഏജ് എന്നാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ 70 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചൊരു മനുഷ്യൻ്റെ എക്സ്പീരിയൻസിനുള്ള മഹത്തായ ഒരു കാര്യം വേറെയില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെ പുതിയ തലമുറക്കുള്ള യാത്രക്ക് ശക്തി പകരും. അപ്പോൾ ഒരു ജനറേഷൻ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഈ പ്രോജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ജെൻസന്റെ MLA എന്ന പേരിലാണ് പലപ്പോഴും അറിയപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെയാണോ പുതിയ കൺസെപ്റ്റുകളും കൊണ്ടുവരുന്നത്? അല്ല, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, പാലൂർ റോഡും ഒക്കെ ഞങ്ങൾ നന്നാക്കും. അത് നന്നാക്കിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴും നമ്മൾ കൊണ്ടുവന്ന റോഡാണിത്, നമ്മൾ ഫണ്ട് വെച്ച റോഡാണിത്. ഇപ്പോൾ ഈ ആലിപ്പറമ്പ് പഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ഉടനീളം നിങ്ങൾ സഞ്ചരിക്കുക, കോടിക്കണക്കിന് രൂപയുടെ വികസനം നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു MLAയുടെ ജോലി അങ്ങനെ PWD തരുന്ന ഫണ്ട് റോഡുമേൽ വെക്കൽ മാത്രമല്ല, ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മളെ വിശ്വസിച്ച നമുക്ക് വോട്ട് ചെയ്യുന്ന ഓരോ മനുഷ്യൻ്റെ ജീവിതം മാറ്റലാണ്. എൻ്റെ പ്രവർത്തനവും കഠിനാധ്വാനവും ആത്മാർത്ഥയും തിരിച്ചറിയാൻ മാത്രം വിവേകമുള്ള, ബോധമുള്ള, ബുദ്ധിയുള്ള, പൊളിറ്റിക്കലായ മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. പിന്നെ പിണറായി വിജയന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയും ഈ തരാടുമായിരിക്കും.
പെരിന്തൽമണ്ണയിലെ LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ് എന്ന വാപ്പുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അപ്പോൾ പ്രചരണം ലാസ്റ്റ് ഫേസിലേക്ക് എത്തുന്നു. എങ്ങനെയുണ്ട് ആത്മവിശ്വാസം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ വന്നത് മുതൽ വലിയ മുന്നേറ്റമുണ്ടാകുന്നു. ഈ മണ്ഡലത്തിലെ ജനങ്ങളാകെ ഇടതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാട് അംഗീകരിച്ചിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ഈ മണ്ഡലത്തിലുണ്ടാകും. അതിനുള്ള അവസരം ജനങ്ങൾ ഉറപ്പായി നൽകും എന്നുള്ള നല്ല ആത്മവിശ്വാസം, നല്ല സന്തോഷത്തോടു കൂടിയുള്ള ആത്മവിശ്വാസമുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥി പറയുന്നത് കുട്ടികളുടെയൊക്കെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്, റോഡും പാലവും മാത്രമല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നാണ്. എങ്ങനെയാണ് അവരുടെ ഈ അവകാശവാദത്തെ കാണുന്നത്? പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അത് കുട്ടികളുടെ ഭാവി കണ്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ഈ മണ്ഡലത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകേണ്ട ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ് PTM കോളേജ്, പൂക്കോയ തങ്ങൾ മെമ്മോറിയൽ കോളേജ്. 25 ഏക്കർ ഭൂമിയുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളും തരക്കേടില്ലാതെയുണ്ട്. പക്ഷെ പുതിയ കോഴ്സുകളുടെ സാധ്യത അന്വേഷിക്കണം. പാരാമെഡിക്കൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണയിൽ മറ്റ് തലങ്ങളിൽ കൊണ്ടുവന്ന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ നമുക്ക് കൊടുക്കാൻ കഴിയണം. വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അവർ തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ വഴി കാണുന്നത്. ചോയ്സ് അവർക്കാണ്. അപ്പോൾ അവരുടെ അഭിരുചി അറിഞ്ഞുകൊണ്ട് ഈ മണ്ഡലത്തിൽ നല്ല രീതിയിൽ അവരെ അഡ്രസ്സ് ചെയ്യുന്ന നല്ല കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു IT പാർക്ക് ഈ പെരിന്തൽമണ്ണയിൽ കൊണ്ടുവരണമെന്നാണ്. പെരിന്തൽമണ്ണയിൽ IT പാർക്കും അനുബന്ധമായിട്ടുള്ള മറ്റ് കോഴ്സുകളുമെല്ലാം കൊണ്ടുവന്ന് പുതുതലമുറക്ക് അവരാഗ്രഹിക്കുന്ന തലത്തിലും അവരാഗ്രഹിക്കുന്ന സാഹചര്യത്തിലും പഠിക്ക് മുന്നോട്ട് പോകുക. അതിനുള്ള സാഹചര്യം എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.